പെബിൾസ് മലയാളം. നമസ്കാരം. നമ്മളിന്ന് പന്തളം കൊട്ടാരമാണ് സന്ദർശിക്കുന്നത്. അതോടൊപ്പം തന്നെ അയ്യപ്പ ക്ഷേത്രവും സന്ദർശിക്കുകയാണ്. അപ്പോൾ ഓട്ടോയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ക്ഷേത്രത്തിൻ്റെ മുൻവശത്തായിട്ട് നമുക്ക് പന്തളം കൊട്ടാരം എന്ന ബോർഡ് കാണാം. അതുപോലെ തന്നെ ഇൻഫർമേഷൻ സെൻറ്ററും കാണാം. ഇവിടെ വഴിപാടുകളെല്ലാം ബുക്ക് ചെയ്യാനുള്ള കൗണ്ടറും നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ ഇവിടെ ഇറങ്ങി നമ്മൾ മുൻപോട്ടേക്ക് നടക്കുകയാണ്. അപ്പോൾ ഇരുവശത്തും നമുക്ക് കച്ചവടക്കാരെ കാണാം. ഈ ഒരു ശബരിമല സമയങ്ങളിൽ ഇവിടെ നിറയെ കച്ചവടക്കാരുണ്ടാവും. കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങൾ, അങ്ങനെയുള്ള ഭക്ഷണ സാധനങ്ങൾ, അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള കച്ചവടം നടത്തുന്ന ആളുകളാണ് ഇവിടെ ഈ ഒരു സീസൺ സമയങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. സീസൺ സമയമായതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പം കുറച്ചുകൂടി നമ്മൾ മുൻപോട്ടേക്ക് നടന്നപ്പോൾ വലിയ കോയിക്കൽ അയ്യപ്പ ക്ഷേത്രം എന്ന ബോർഡ് കാണാം. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ചുകൂടി മുൻപോട്ടേക്ക് ചെന്നപ്പോൾ നമുക്ക് പന്തളം കൊട്ടാരം എന്ന ബോർഡ് കാണാം. കൊച്ചുകോയിക്കൽ തേവാരപ്പുര എന്നാണ് പന്തളം കൊട്ടാരം അറിയപ്പെടുന്നത്. കൊട്ടാരത്തിന് അകത്ത് നമുക്ക് വീഡിയോ എടുക്കാനുള്ള അനുവാദമില്ല. അപ്പോൾ ഉൾവശത്തായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് കൊട്ടാരത്തിലെ ഇപ്പോഴത്തുള്ള മുതിർന്ന ഒരു അംഗത്തെ കാണാം. അവരിൽ നിന്ന് നമുക്ക് ആശീർവാദം വാങ്ങാം. അതുപോലെ തന്നെ ശബരിമലയ്ക്ക് കൊണ്ടുപോകുന്ന തിരുവാഭരണപ്പെട്ടിയും തിരുവാഭരണവും എന്നിവയെല്ലാം നമുക്കവിടെ കാണാം. ഉൾവശത്ത് നമുക്ക് ഫോട്ടോയോ വീഡിയോ എടുക്കുവാനുള്ള ഒരു അനുവാദവും ലഭിക്കില്ല. അത്രയ്ക്ക് സുരക്ഷിതമായിട്ടാണ്, പോലീസ് കാവലിലാണ് ഇത് സൂക്ഷിച്ചത്. അതിനുശേഷം നമ്മൾ കുറച്ച് സമയം അതിലൂടെ നടന്നു. കുറച്ച് മുൻപോട്ടേക്ക് പോയപ്പോൾ നമുക്ക് ക്ഷേത്രം കാണാം. ക്ഷേത്രവും അതുപോലെ തന്നെ വലിയ ക്ഷേത്രമാണ്. ക്ഷേത്രത്തിനകത്ത് നമുക്ക് വീഡിയോ എടുക്കുവാനോ ഒന്നുമുള്ള അനുവാദം ലഭിച്ചിട്ടില്ല. തൊട്ടടുത്തായിട്ട് തന്നെ നമുക്കൊരു നദി കാണാമായിരുന്നു. അപ്പം നദിക്ക് കുറുകെ മനോഹരമായിട്ടുള്ളൊരു തൂക്കുപാലം കാണാം. ആ തൂക്കുപാലത്തിൽ നിന്നുള്ള കാഴ്ചകളും വളരെ മനോഹരമായിരുന്നു. അപ്പോൾ കുറച്ച് സമയം നമ്മൾ ആ തൂക്കുപാലത്തിൻ്റെ അവിടെയെല്ലാം ചിലവഴിച്ചു.
അപ്പോൾ തിരിച്ചു നമ്മൾ. അപ്പം പന്തളം ക്ഷേത്രവും കൊട്ടാരവും എല്ലാം ഒരു നദിയുടെ കരയിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ കൊട്ടാരവും ക്ഷേത്രവും എല്ലാം സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ കൊട്ടാരത്തിന് തൊട്ടടുത്തായിട്ട് അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് നദി വരുന്നത്. അപ്പോൾ നദിയുടെ മറുകരയിലായിട്ട് 2 ക്ഷേത്രങ്ങൾ നമുക്ക് കാണാം. അപ്പോൾ സീസൺ സമയമായതിനാൽ എല്ലായിടത്തും നല്ല തിരക്കുണ്ടായിരുന്നു. കൊട്ടാരത്തിലോ ക്ഷേത്രങ്ങളിലോ ഒന്നും നമുക്ക് വീഡിയോ എടുക്കാനുള്ള അനുവാദം ലഭിച്ചില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമുക്ക് കൂടുതലായിട്ടൊന്നും അവിടെ നിന്ന് കാണിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.